വർക്ക് ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോഴത്തേക്കും ചാടിക്കാൻ പോകാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുഖത്തൊരു ട്യൂബ് ലൈറ്റ് തെളിയണ പോലത്തെ ഒരു വെട്ടം വരും ഗൈസ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ ഇതിനോട് ചാടിക്കാൻ പോകുന്ന ചോദിച്ചതും അവളുടെ മുഖത്ത് സന്തോഷം. നിങ്ങൾ നോക്കിയേ കണ്ടില്ലേ, അടുത്ത നമ്മുടെ വിജയ് ചേട്ടനാണ്. ഒട്ടും ആക്ടിങ് അല്ലാത്ത രീതിയിലാണ് പുള്ളി അവിടെ നിർണ്ണയിച്ചത്. ഞാൻ വ്ലോഗ് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും അറിയാത്ത പോലെ ഒന്നുകൂടെ ഇത് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് വീഡിയോ പിടിപ്പിച്ചിട്ട് വർക്കിൻ്റെ ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടി ഞാൻ കോളിലാന്ന് പറഞ്ഞ മനുഷ്യനാണ് വിജയ് ചേട്ടൻ. അങ്ങനെ അടുത്ത് നമ്മൾ നിജുമോനെ വിളിക്കാൻ. നിജുമോനാണെങ്കിൽ അവിടെ ഭയങ്കര വലിയ ബിസി ആയിട്ട് ചാടിക്കാൻ പോകുന്ന ചോദിച്ചപ്പോഴത്തേക്കും ഒരു വികാരമില്ലാത്ത രീതിയിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും ഓടിച്ചാടി ഇറങ്ങി ഗൈസ്. അങ്ങനത്തെ നമ്മളെല്ലാവരും കൂടെ നിതനെ വിളിക്കാൻ പോകണം. നിതനെ കൂടെ ഫ്രണ്ടിൽ വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർ ചാടിക്കാൻ പോകുന്ന പറഞ്ഞ് നോക്കിയിരിക്കാൻ എന്താ ഞാൻ വ്ലോഗ് കിടന്നപ്പോഴത്തേക്കും ആളുടെ മുത്ത് ചെറിയൊരു നാടൊക്കെ ഉണ്ട്. ആക്ടിങ് അല്ലാത്ത രീതിയിൽ ആക്ട് ചെയ്തെങ്കിലും പക്ഷേ കൊളായി ഗൈസ് കൈ നോക്കി. അങ്ങനെ നമ്മളെല്ലാവരും പഞ്ചായത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ലിഫ്റ്റ് കയറുന്ന വീഡിയോ എന്തായാലും വേണം എന്ന് പറഞ്ഞിട്ട് നീതനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് ഗൈസ്. ലിഫ്റ്റ് ഓർ നോക്കിയപ്പോഴത്തേക്കും ലിഫ്റ്റിൽ നിൽക്കാൻ സ്ഥലമില്ല. അപ്പോഴാണ് അവിടെ വീഡിയോ. പിന്നെ കുട്ടിക്ക് വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയ രീതിയിലൊരു വീഡിയോ എടുത്ത് ഗൈസ്. അവളുടെ ഐഡിയ ആയിരുന്നു 8ൽ നിൽക്കുന്ന വീഡിയോ വേണം. അങ്ങനത്തെ 8ലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായാലും ഞങ്ങൾ 8ലേക്കാണ് ഗൈസ് പോകുന്നത്. 8ലാണെങ്കിൽ ഈ അടുത്ത് ചില്ലവണ്ട് പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സകലമായ ആൾക്കാരും അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. ഈ തേനിന് ചുറ്റും തേനീച്ചക്കൂട്ടങ്ങൾ ഇരിക്കുന്ന പോലെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ വന്നിരിക്കുന്നത്. നമ്മളും ആ കൂട്ടത്തിലേക്ക് ഇടിച്ചിട്ട് കയറി. ഇവിടെ വന്ന പിന്നെ ഫുൾ കൺഫ്യൂഷനാണ് കേസ്. എന്ത് വാങ്ങണം ഏത് വാങ്ങണം എത്ര രൂപയാവും. ഇതാണ് അവിടുത്തെ കുറച്ചത്തെ കലാപരിപാടി. അങ്ങനെ ഈ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആയുള്ള ബ്രേക്കിൻ്റെ അരമണിക്കൂറിൽ നിന്ന് 15 മിനിറ്റ് അങ്ങനെ പോയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും മധുര സാധനങ്ങളാണ്. ഓരോ ദിവസം ഓരോ റേറ്റ്. എനിക്കിത് മതി നിനക്കേതുകൊണ്ടെന്നുള്ള 10 ദിവസത്തെ ക്വസ്റ്റൻ ആൻസറിന് ശേഷം നമ്മൾ പഠിക്കുന്നത് ഏറ്റവും വലുതും അവിടെ കാണാൻ ഭയങ്കരതുമായ ഏതെങ്കിലും റേറ്റ് മേടിക്കും. അവിടെ നിന്ന് ചേട്ടന്മാർക്ക് നമ്മൾ ബാപ്റ്റിസുകളെന്ന് അറിയുന്നതുകൊണ്ടും അവരിപ്പോൾ വാങ്ങും ഇപ്പോൾ എന്നുള്ള വിചാരത്തിൽ നോക്കിക്കുമ്പോഴും നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് സ്കിപ്പ് അടിച്ച് ഇപ്പം വന്നിട്ട് ചെറിയ ഏതെങ്കിലും സാധനം വാങ്ങാറാണ് പതിവ്. എന്നാൽ പിന്നെ ഇന്നൊരു വെറൈറ്റി പിടിച്ചാലും നേരത്തെ ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് ചീസ് പോക്കറ്റും ചിക്കൻ നിറച്ചതും പഴം നിറച്ചതും പിന്നെ നമ്മുടെ ചിക്കൻ സമൂസമാണ്. ഇതിൻ്റെ ബില്ലൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തത് നമ്മുടെ വിളിച്ചേട്ടനാണ്. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം നമ്മുടെ കൈ കിട്ടും. അങ്ങനെ സാധനം കൈ കിട്ടിയപ്പോഴത്തേക്കും ഞാനും ഇത് നൈസായിട്ട് പോകുന്ന കേസ്. ഇതിനെ ചേട്ടൻ ഞങ്ങൾ കുറച്ചേക്ക് പറഞ്ഞു. കാരണം വെച്ചുകൊണ്ടാണ്. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരുന്നപ്പോഴാണ് നിതയുടെ വക പുത്തിയിട്ട് പരിപാടി. ഇങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങനെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഈ പാത്രം എടുത്ത് കറക്കോ തിരിക്കും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ അവൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു കേസ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ അവസാനം വന്ന കേസ്. ഇനി അടുത്ത പരിപാടി എന്താ, അടുത്ത പരിപാടി കഴിക്കലാണ്. ഇനി കഴിച്ച് തുടങ്ങാനായിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ കഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ വളരെ സാഹസ്യമായി കഴിക്കുന്ന വീഡിയോസ് എടുത്ത കേസ്. അങ്ങനെ ഫസ്റ്റിനെ നമ്മൾ തുടങ്ങി ചീസ് പോക്കറ്റ് നട്ടോ. ചീസ് പോക്കറ്റ് ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അത് സൂപ്പർ സാധനം അടിപൊളിയായിരുന്നു. അവിടുത്തെ സാധനങ്ങളെല്ലാം സൂപ്പറാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും അടിപൊളിയായിരുന്നു. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് ചീസ് പോക്കറ്റാണ്. അങ്ങനെ കുറച്ചേരം നമ്മൾ അവിടെ കത്തിവെപ്പും വരുത്താൻ നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന കേസ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദാമിതിൻ്റെ വക അടുത്ത പരിപാടി. ഞാൻ പോണു എനിക്ക് ബ്രേക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തുടങ്ങി വെച്ചപാട്. ഇവളല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ സ്ഥിരം കല പരിപാടി. എല്ലാ ദിവസം രാവിലെ പോയിട്ട് ബ്രേക്ക് മൊത്തം തീർത്ത് വെച്ചിട്ട് വൈകുന്നേരം ഞങ്ങളുടെ ബ്രേക്ക് കൂടി എടുക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ് അവളുടെ ബ്രേക്ക് എടുക്കൽ. അവൾ പോകുമ്പോൾ നമ്മളും കൂടെ പോകണമെന്നാണ് അവളുടെ ഒരു പോളിസി. പക്ഷേ ഞങ്ങൾ പോകാറില്ല. അങ്ങനെ ഇതിനെ ടാറ്റ ബൈ ബൈ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്നേരും വീണ്ടും കത്തിവെപ്പ് തുടർന്ന കേസ്. അപ്പോഴാണ് അതുവഴി കുറച്ച് ഗേൾസ് പോകേണ്ടത്. ഈ ചേട്ടൻ ഒരു കൂട്ടായിക്കോട്ടെ കരുതി ഞാൻ ഇതിൽ കൂടെ ആ ഗേൾസിനെ വൈകുന്നേരം അങ്ങനെ വൈകുന്നേരം ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൈയെടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കാണ് മിറർ വേണ്ടത്. എന്നാൽ പിന്നെ മിറർ സെൽഫി എടുത്തേക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിററിൻ്റെ മുകളിൽ കുറച്ച് നിന്ന് 2-3 പിക്ക് കൊടുത്ത് ഞങ്ങൾ നൈസായിട്ട് ചായ കുടിക്കലൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും റിട്ടേൺ ഓഫീസിലേക്ക് കയറി. അങ്ങനെ നമ്മുടെ ചായ കുടിക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞ കേസ്. ഇനി എന്താ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല കേസ്. ഇനി പുതിയൊരു കണ്ടന്റായി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ ബൈ.